സോ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ കയറിയിട്ടുണ്ട്. രാവിലെ എനിക്ക് ഭയങ്കര പനിയാണ് ഗൈസ്. പനി അടിച്ചിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ കയറിയതാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ ഓർത്ത് റാൻഡം ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവരുമായിട്ട് കുറച്ച് പിക്കൊക്കെ എടുക്കണമെന്നും വിചാരിച്ചു. അപ്പോൾ ഈ ഞാനാണെങ്കിൽ സിറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മാപ്പിൽ നോക്കുന്നുണ്ട്. മാപ്പിൽ നോക്കുമ്പോഴാണ് ഈ സൈഡിലായിട്ട് കുറച്ച് കാറൊക്കെ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോയേക്കാം, അവരുടെ കൂടെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളാണെങ്കിൽ നേരെ നമ്മൾ ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഗീസ് നിങ്ങൾക്ക് മാപ്പിൽ തന്നെ കാണാനായിട്ട് പറ്റും, ഇവിടെ ആയിട്ട് കുറച്ച് കാറൊക്കെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ കൂടെ പോകണം. അവരുടെ കൂടെ പോയിട്ട് വേണം നമുക്ക് കുറച്ചധികം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നപ്പം അവൾ നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ സൈഡിലായിട്ടാണ് ഗീസ് ഞാൻ അവരെ കണ്ടത്. അപ്പോൾ ഗീസ് അവരുടെ കൂടെ പോയി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നൈസിന് പോവുകയാണ്. എന്തായാലും റൂട്ടൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരായിട്ട് മെസ്സേജൊക്കെ കാണാനായിട്ട് വരും, ഹലോ എന്നൊക്കെ പുള്ളിക്കാരൻ അയക്കുന്നുണ്ട്. എന്തായാലും അവരുടെ കൂടെ പോയിട്ട് നമുക്ക് കുറച്ച് അധികം വീഡിയോസൊക്കെ എടുക്കണം. എന്തായാലും ഗീസ് അവിടെ കുറച്ച് പേരുണ്ടെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവർ ഈ സൈഡിലായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും. നമ്മുടെ മാപ്പിലായാലും നിങ്ങൾ കണ്ടു കാണാം, അവിടെ ആയിട്ടൊരു കാറ് നിൽപ്പുണ്ട്. അപ്പോൾ ഗീസ് വന്ന് നോക്കിയപ്പോഴാണ് അത് നിങ്ങൾ കണ്ട് തന്നെ അറിയാം, ഒരു കിടിലനായിട്ടുള്ളൊരു ഐറ്റം. എന്തായാലും ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എല്ലാ കൂട്ടുകാരെയും കാണിച്ചു തരാം. അപ്പോൾ ഗീസ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കാർ നിങ്ങൾ നോക്കുക. അത് ഈ പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കളർ നോക്കുക. ഇവിടെയായിട്ട് നമ്മുടെ BM ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാറാണ്. കാരണം ഈ ഒരു ബ്രോയുടെയാണ്. ഈ ബ്രോയുമായിട്ട് നമ്മൾ കമ്പനി ആകുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീഡിയോയുടെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും ഗീസ് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനാണ് ഇവിടെ ബ്രോ എന്നും പറഞ്ഞ് ഡയൽ ചെയ്ത് നേരെ മെസ്സേജ് അയക്കുന്നുണ്ട്. പുള്ളിക്കാരനാണ് റിപ്ലൈ തരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗീസ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ബ്രോ എന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കാർ അടിപൊളിയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നേരെ നമ്മൾ പോകുമ്പോൾ അവിടെ ആയിട്ടൊരു കാറ് കിടപ്പുണ്ട് ഗീസ്. പക്കയായിട്ടുള്ളൊരു കാറാണ്. ഈ കാറിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഈ കാർ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. അപ്പം ഞാൻ മേലോട്ട് നോക്കിയപ്പോഴാണ് ആ ബ്രോ റിപ്ലൈ എന്നിട്ടുണ്ട്. ആ ബ്രോ എന്ന് പറഞ്ഞ് റിപ്ലൈ എന്നിട്ടുണ്ട്. ഒരു മലയാളിയായിരുന്നു ഗീസ്. എന്തായാലും ആ പുള്ളിയുടെ വണ്ടിയാണ് അത്. അതുപോലെ തന്നെ ഇത് രണ്ടും അവരുടെ വണ്ടി തന്നെയാണ്. പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ കുറച്ച് നേരം മെസ്സേജ് അയക്കുന്നുണ്ട് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞാണ് വന്നത്. കാരണം വണ്ടി ഒരുമിച്ച് ഇടുമോയെന്നാണ് ഗീസ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവിടെ കുറച്ച് നമുക്ക് വീഡിയോസൊക്കെ എടുക്കണം. അതിന് വേണ്ടി ഒരുമിച്ച് ഇടാമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നൈസായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഗീസ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. വേറൊരു പുള്ളിയാണ് ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഒരു തംബ്നെയിൽ എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. കാരണം പുള്ളി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെയായിട്ട് ഫുള്ളായിട്ട് പുക വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഇവരൊരു ടീമാണ് ഗീസ്. ഈ ഒരു ടീം ഇവിടെ നിന്ന് കുറേ നേരമായിട്ട് നിൽക്കുന്ന കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഞാൻ ആദ്യം നമ്മുടെ സിറ്റിയിൽ ഇറങ്ങി കുറച്ച് കറങ്ങി നടന്നതാണ്. അപ്പോൾ ഈ ഒരു ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഇങ്ങോട്ട് വന്നിട്ട് റാൻഡമായിട്ട് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് വരും. രണ്ട് പുള്ളിക്കാരന്മാരാണ് നടുക്ക് നിൽപ്പുണ്ട്. ഒരു പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ ഈ ഒരു 3 കാറിൻ്റെയും വട്ടത്തിലിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിനക്ക് വൈറ്റി ഉണ്ടല്ലേ എന്ന് പുള്ളിക്കാരൻ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചു ഗീസ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മച്ചാനാണ് ഗീസ്. എന്തായാലും പുള്ളിയാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഞാനോർത്ത് വണ്ടിയൊന്നും തരത്തില്ലായിരിക്കുന്ന പുള്ളി അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഓടിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ വണ്ടിയുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗീസ്. എന്തായാലും കിട്ടില്ല പോലെ ഒരു വണ്ടിയാണ് ആ വണ്ടി. ജസ്റ്റ് അത് BM ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. ഏത് വണ്ടിയാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റായിരിക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ഏതോ ഒരു കാർട്ടൂണിലൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ പേര് എനിക്കറിയത്തില്ല. അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും പഴയ മോഡൽ വണ്ടിയാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ വൈറ്റി ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഡ്രിഫ്റ്റ് നിർത്തുന്നില്ല. ഞാൻ മര്യാദക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചതാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു രക്ഷയില്ല, ഡ്രിഫ്റ്റ് നിർത്തുന്നില്ല. അതുപോലെ തന്നെ കുറേ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. വണ്ടി ഓടിച്ച് നോക്കാനാണ് എൻ്റെ അടുക്ക് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വണ്ടി ഓടിച്ച് നോക്കാമെന്ന്. എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് നൈസായിട്ട് ഓടിക്കുന്നുണ്ട്. ഭയങ്കര പവറാണ്. ഞാൻ ഓടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ തന്നെ കയറി അങ്ങോട്ട് പോവാണ്. ഭയങ്കര പവറുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി പേഴ്സണലായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങളിത് ഓടിച്ചു നോക്കുക. പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്. കുറേ കൂട്ടുകാർ ഇത് ഓടിക്കാതെ നടക്കുന്നുണ്ടായിരിക്കും. കാരണം അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇത് കൊണ്ട് നടക്കാതിരിക്കുന്നുണ്ടായിരിക്കും. പഴയ മോഡൽ വണ്ടിയാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ പുള്ളി പിന്നെയും കമൻറ്റ് ചെയ്ത് പറഞ്ഞു ബ്രോ ആ വണ്ടി അല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഏത് വണ്ടി ആയിരിക്കും. അപ്പോഴാണ് അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ BM പോലെ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന്, BM ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വണ്ടി ഗൈസ് അതിൻ്റെ കളർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സെല്ലിനുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ പൈസയൊന്നും ഇല്ല, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആരുടെയും കൂട്ടുകാരയിലുണ്ടെങ്കിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ നല്ല രീതിക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് എൻ്റെ ഈ സംസാരിച്ചത്. നമ്മൾ റാൻഡമായിട്ട് കുറച്ച് പ്ലേസിന് തപ്പിയാണ് നമ്മുടെ മാപ്പിലേക്ക് ഇറങ്ങിയത്. താങ്ക്സ് ബ്രോ എന്നും പറഞ്ഞ് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഗൈസ് പുള്ളിക്കാരനൊന്നും അയക്കുന്നൊന്നുമില്ല. എന്തായാലും വീഡിയോ നാളെ വരുമെന്ന് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വെച്ച് അയച്ചത്, എനിക്ക് അറിയത്തില്ല. എന്തായാലും വീഡിയോ വരും എന്നും പറഞ്ഞ് ഞാൻ നൈസായിട്ട് ആ ഒരു കൈയുടെ ഇതൊന്നും വരുന്നില്ല ഇതിൻ്റെ അകത്ത്, ഞാൻ അത് അയക്കുന്നുണ്ടെങ്കിലും വരുന്നില്ല. പുള്ളിയാണെങ്കിൽ ഫ്രണ്ടിൽ സിറ്റിയാണ്, അത് വേറൊരു പുള്ളിക്കാരനാണ് അയക്കുന്നത്. എന്നാൽ ഞാൻ കുറച്ച് പിക്കൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. ഇപ്പോഴാണ് ആ പുള്ളി ഡ്രിഫ്റ്റ് നിർത്തിയത്. ഈ ഒരു പെണ്ണാണ് ഗീസ് ഇത്ര നേരം ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗീസ് നമ്മൾ ആ ഒരു വണ്ടി ഓടിച്ച് നോക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം കയറിയപ്പോൾ അതിൻ്റെ ഫ്യൂവൽ തീർന്നിരിക്കുവാണ്. എന്തായാലും ഈ പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ പെണ്ണൊക്കെ വന്ന് അതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, സെല്ലിനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രക്കും ലുക്കായിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഗെയിമിൽ കയറി വരുവാണെങ്കിൽ നമുക്ക് ആ വണ്ടി നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യാം. കാരണം കുറേ പേർക്ക് ഇങ്ങനത്തെയൊക്കെ വണ്ടി കാണത്തില്ലായിരിക്കും, നിങ്ങൾക്കുണ്ട്, പക്ഷേ അതെല്ലാവരെയും അറിയിക്കാൻ പറ്റുന്നതായിരിക്കും. ഗീസ് നിങ്ങളുടെ പേരുൾപ്പെടെ ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും. എന്തായാലും ഗീസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വൈറ്റി കാണാറുണ്ടോ എന്ന് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്, കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ എന്നാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പുള്ളിയാണെങ്കിൽ എന്ത് മെസ്സേജ് അയക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പുള്ളി എന്ത് മെസ്സേജ് അയക്കുമെന്ന്. എന്തായാലും ഈ വണ്ടി ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം വേണമെന്നൊക്കെ തോന്നി, പക്ഷേ നമുക്ക് അതെടുക്കാനുള്ള പൈസയൊന്നുമില്ല. ഇന്ന് ഞാൻ കണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. വൈറ്റിയിലായിരിക്കുമോ ഇൻസ്റ്റയിലായിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഇൻസ്റ്റയിലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റ ID വേണ്ട കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾ കയറി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റ ID ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ CPM ID ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്ന് എന്നെ ഫ്രണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. നിങ്ങളുടെ കാറൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ റിവീലൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്ന് ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞ മെസ്സേജാണ് പുള്ളിക്കാരന്. കാരണം ഒന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞാൻ ഇരുന്ന് തന്നെ ഓടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളിയാണെങ്കിൽ അപ്പോൾ ഒന്നും ഓടിച്ചില്ല. ഞാൻ കുറേ നേരം വണ്ടി കയറി ഇരിക്കുവാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ ഇല്ലായിരുന്നു ബ്രോ. ആദ്യം എൻ്റെ എനിക്ക് പറഞ്ഞത് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി പിന്നെ അത് അനങ്ങിയില്ല. എന്തായാലും ഞാനാണെങ്കിൽ കുറേ നേരം വണ്ടിക്കകത്തിരുന്നു, പുള്ളി ഓടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ലുക്ക് നിങ്ങൾ നോക്കുക, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു വണ്ടി. അതുപോലെ തന്നെ ഇത് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പുള്ളി. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. എന്തായാലും വീഡിയോയുടെ എൻ്റെ വരെ എല്ലാ കൂട്ടുകാരും മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോ ഫ്യൂവൽ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കയറാൻ പോകുമ്പോൾ തന്നെ അങ്ങനെ ഒരു സിമ്പിളാണ് ഗൈസ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഏതോ ഒരു മച്ചാൻ പോകുന്നുണ്ട്. എന്തായാലും എൻ്റെ അടുക്ക് ചോദിക്കാനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ മച്ചാന്മാരാണ് ഗീസ്, എല്ലാം നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പോൾ പുള്ളി എടുത്ത് ഓടിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഗീസ് ആ ഒരു വണ്ടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ലുക്ക് തന്നെ അത് BM ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഗീസ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ആ കാർ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ പെണ്ണാണെങ്കിൽ ഞെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അത് സെല്ലിനുണ്ടോ എന്നൊക്കെ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് ഗീസ്. എന്തായാലും പുള്ളിക്ക് വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചതെന്ന് ഇപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളി കണ്ടത്. അതാണ് പുള്ളി എടുത്തുകൊണ്ട് നമ്മുടെ അടുക്കലോട്ട് വന്നത്. അതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു കളറൊക്കെ പോകുന്നുണ്ട്. എനിക്കാണ് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനത്തെ ഒരു വണ്ടി എൻ്റെ കയ്യിലില്ല. ആപ്പാട് എൻ്റെ കയ്യിൽ ഒരു 3 വണ്ടിയേ ഉള്ളൂ. എന്തായാലും ആ 3 വണ്ടി നിങ്ങൾ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഗൈസ് ആ പുള്ളിയാണെങ്കിൽ കറക്കി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഞാൻ പൊളിയെന്നും പറഞ്ഞ് അയക്കാനായിട്ട് പോവാണ് ഗീസ്. കാരണം പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്, അടിപൊളിയാണ്. ആ മച്ചാനാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളിക്കാരൻ. നമുക്ക് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുവാണ്. ഞാൻ മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ, പുള്ളി അതേപോലെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മച്ചാൻ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നില്ല, കാരണം എന്നെ അറിയാവുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ ഈ ഒരു ഗെയിമിൽ. എന്തായാലും ഗീസ് ഞാൻ ആ പുള്ളിയാണെങ്കിൽ ഇട്ട് വണ്ടി കറക്കുന്നുണ്ട്. അതുപോലെ ഒരു നീല കളറാണ് ഗീസ് പോകുന്നത്. നമ്മളാണെങ്കിൽ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഗീസ് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇത് BM ആണെന്നാണ് ഗീസ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഗീസ് വേറൊരു ക്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അത്
കിടിലം പോലെ ഒരു വണ്ടിയായിരുന്നു ഗൈസ്. അതിന്റെ വീഡിയോ നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണോ വേണ്ടതെന്ന് കൂടെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ രസമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമന്റ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.